ഇന്ന് ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പിച്ച് എടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ പിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇനി ഞാനതിലേക്ക് ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി അതിലേക്കൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് പകരം വേണമെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടിക്കോളും. പിന്നെ പക്കവടയാണ് നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കുന്നത്. പക്കവടയ്ക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം മീറ്റ് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണൊക്കെ മതി, ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതലായി പോകണ്ട. നമ്മൾ ഓൾറെഡി ഈ ഒരു ബ്രെഡിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരേപോലെ എത്തുന്ന പോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോർമൽ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം. ആദ്യം തന്നെ ഒരുപാട് കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്. ലൂസായിട്ടുള്ളൊരു ബാറ്റർ അല്ല നമുക്കിത് വേണ്ടത്. നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ഒരു ഡവ് ഉണ്ടല്ലോ, ആ ഒരു പാകത്തിനാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഈ നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ റോളാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതാണ് കറക്റ്റായിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത്. നമുക്കിതിനെ റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഓയിലൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഡവ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് ഓരോ ബോൾസുകളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വലിപ്പത്തിൽ ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഉൾഭാഗത്തൊക്കെ നല്ല രീതിയിലൊന്ന് കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ നോർമൽ പക്കവട വാങ്ങുന്ന സമയത്ത് ഈ ഒരു സൈസിനല്ലേ കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു സൈസിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടും നല്ല സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്